ഹലോ ഗായ്സ്, ഇതിൻ്റെ ഫസ്റ്റ് ഒരു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. ഇതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് ഒരു 100 തുമ്മലും തുമ്മിയിട്ട് വെളിയിൽ വന്നിങ്ങനെ മിങ്ങസിയാന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റ് ഒരു 100 തുമ്മൽ എന്താണെന്ന് പറഞ്ഞാൽ തുമ്മിയ അപ്പം ജലദോഷം വരും, ജലദോഷം വന്നാൽ പിന്നെ ചെവിവേദന വരും, എല്ലാ കുരും എൻ്റെ മണ്ടൊക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രാവിലെ എണീറ്റ് ഇങ്ങനെ നിർത്താതെയുള്ള തുമ്മൽ? ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അവിടെ ഹോളിഡേ ആയതുകൊണ്ട് അവളെ ഇവിടെ കൊണ്ട് നിർത്തിയതാണ്. അമ്മയുടെ ഫോൺ എടുത്ത് ഇങ്ങനെ കുരിപ്പ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളടുത്ത് പറയണം ഫോൺ കൊണ്ട് വെക്കടി ആരിക്കേക്കാം പോ കുഞ്ഞാച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഫോൺ മറച്ച് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആളെത്തി കുരുത്തക്കേടുള്ള ടൈപ്പാണ്. ഇതാണെങ്കിൽ എനിക്ക് മീഷോന്ന് ഒരു കൊറിയർ വന്നതാണ് കേട്ടോ. നല്ല ഡ്രസ്സാണ്. മെറ്റീരിയൽ ബേസ് ആയാലും ലുക്ക് ബേസ് ആയാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൈയുടെ ആ സ്ലീവും നല്ല ഡിസൈനല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മെറ്റീരിയൽ ആയിട്ട് ഇത് ഞാൻ സ്മാൾ സൈസാണ് കേട്ടോ എടുത്തത്. നല്ല കംഫർട്ടായിരുന്നു, എനിക്ക് നല്ല ഫിറ്റും ആയിരുന്നു കേട്ടോ. ഇത് മീഷോയുടെ പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ എടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ ഒരുങ്ങി ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വേറൊന്നുമല്ല, ഞാൻ കമ്മലിൻ്റെ ആണി കൊണ്ടുവന്ന് കളഞ്ഞ് സ്വർണ്ണ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ കമ്മലിൻ്റെ ആണി കൊണ്ടുവന്ന് കളയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ കാലും കൈയും പിടിച്ച് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു ചെറിയ സ്റ്റഡ് എൻ്റെ സേവിങ്സ് ഇട്ടുകൊണ്ട് ഒരു ചെറിയ സ്റ്റഡ് അമ്മയും കുറച്ച് പൈസ ഒക്കെ ഇട്ടിട്ട് വാങ്ങി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാലും കൈയും പിടിച്ച് ഞാൻ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണ വിലയൊക്കെ കൂടിയാൽ എന്ത് ചെയ്യുമല്ലേ നമ്മൾ? ഒരു സ്റ്റഡിനൊക്കെ തന്നെ ഇപ്പം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ജ്വല്ലറിയിലൊന്നും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ബസ്സിൽ കയറി ഇരുന്നിട്ട് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഒത്തിരി ഒന്ന് വീഡിയോയിൽ മുഖം കാണിക്കാമ്മ എന്ന് പറയുമ്പോൾ അമ്മ മാങ്ങിൻ്റെ പോലും വെക്കില്ല, പുച്ഛം, വെറും പുച്ഛം. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം. ബാക്കിലെ ചേച്ചി ഇവർക്ക് എന്ത് പ്രാന്തോ എന്നുള്ള രീതി നോക്കുന്നത്. ജ്വല്ലറി വന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്നേ. ഞാൻ കുറച്ച് സ്റ്റഡിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ആ ചേട്ടൻ ഒരു ഡയമണ്ടിൻ്റെ ചെയിൻ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നു. വെറുതെ വീഡിയോ എടുക്കാനുണ്ട്, അല്ലാതെ വാങ്ങാനൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു സ്റ്റഡൊക്കെ എടുത്തതിന് ശേഷം മോഡേൺ ബേക്കറിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് അമ്മയെടുത്ത് എന്തോ പറഞ്ഞപ്പോൾ ഇങ്ങനെ കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് ബസ്സിൽ കയറി വീട്ടിലെത്തി ഫ്രഷായി ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു കേട്ടോ. എൻ്റെ ഒരു കുഞ്ഞ് പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ പുള്ളിക്കാരിനെ കാണാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അങ്ങനെ കുഞ്ഞൂസിനെ കുളിപ്പിച്ച് റെഡിയാക്കി അവളുടെ അടുത്ത് ഞാൻ ചോദിക്കാൻ, നമ്മൾ എവിടെ പോകണം? അപ്പോൾ അവൾ പറയും, നമുക്ക് ടൂറിനല്ലേ പോകണം, ആളെ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുപോയി ബീച്ചിൽ കൊണ്ടുപോയി. എപ്പോഴും പറയുമ്പോൾ ആ ബീച്ചിൽ പോവാം. ഭയങ്കര രസമാണ് കേട്ടോ, ഇങ്ങനെ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകും. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എടി എൻ്റെ ഒരു വീഡിയോ ആണ്, നീ ഒരു ഹലോ ഇതാകണം, ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ കുഞ്ഞേയും എൻ്റെ അമ്മാമ്മയും പിന്നെ എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നാൽ അവർ ഞങ്ങൾ പിക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞത് എൻ്റെ വ്ളോഗാണ്, നിങ്ങളൊന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തപ്പോൾ ബാക്കിൽ നിന്ന് കുഞ്ഞ് മാത്രം ഹായ് ഹലോ ഗായ്സ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ ബാക്കിൽ ഇരുന്ന് അമ്മാമ്മ പുച്ഛത്തുള്ള ഇത് എന്തേരി കോപ്രായങ്ങളീ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ചമ്മി നാറി ഫോൺ വെച്ച് താത്തിയിരുന്നു. അങ്ങനെ ഇതാണ് റെഡ് ഇട്ടതാണ് കേട്ടോ. കുഞ്ഞപ്പിള്ളേർ പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് ഞാൻ കുഞ്ഞൂസിന് കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവൾ അതിൻ്റെ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സാധനം കിട്ടി. ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.